കാമവും ക്രോധവും രജോ ഗുണത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. രജസ് പ്രബലമായിരിക്കുമ്പോൾ ആ വ്യക്തി അമിതമായ കാമത്താൽ ബാധിതനായിരിക്കും. കാമത്തിൽ നിന്ന് ക്രമാനുഗതമായിട്ട് കാമം തടസ്സപ്പെടുമ്പോൾ അത് ക്രോധമായിട്ട് പരിണമിക്കുന്നത് നമ്മൾക്ക് ദാർശനികമായ ഒരു ഘടനയോട് കൂടിയിട്ട് ഭഗവാൻ ആവിഷ്കരിച്ചു തന്നിരുന്നു. ഈ കാമം കീഴടക്കാൻ വളരെ പ്രയാസമാണ്, ദുരാസതമാണ് കാമം എന്ന് പറയുന്നത്. കാമം തന്നെയാണ് അന്ധകരണത്തെ മലിനമാക്കുന്നത്. ഭഗവാനോട് അർജുനൻ ചോദിച്ച ചോദ്യം, അഥകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിതഃ. ഏത് ഒന്നിനാലാണ് നിർബന്ധിതമായിട്ട് ഒരാള് പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്? എന്താണ് ആ തെറ്റിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ശക്തിയായി പ്രവർത്തിക്കുന്നത്? എന്താണ് ആ ആന്തരിക സ്വഭാവം ഒരു വ്യക്തിയിലെ? അത് മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചപ്പോ ഒരു മനഃശാസ്ത്ര വിശാരദനെ പോലെ ഭഗവാൻ അതിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഈ കാമം ഇരിക്കുന്നത് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ്. ഇന്ദ്രിയങ്ങൾ കാമമോഹിതമായിരിക്കുമ്പോൾ നമ്മൾക്ക് കാണപ്പെടുന്ന വസ്തുക്കളിലൊക്കെ ആകർഷണ വികർഷണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. രാഗദ്വേഷങ്ങളെല്ലാം കാമത്തിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് മനസ്സിലാക്കണം. എപ്പോൾ കാമമുണ്ടോ അപ്പോഴൊക്കെ രാഗദ്വേഷങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സുഖത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന വസ്തുക്കളെ നമ്മളിൽ നിന്ന് അകറ്റുവാനും സുഖകരമായ വിഷയങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത് അകത്തിരുന്ന് ഈ കാമം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കാമവിഷയങ്ങളെ പുൽകുവാനായി മനുഷ്യൻ നിരന്തരം പ്രയത്നിക്കുന്നു. കാമവിഷയങ്ങളെ സ്വന്തമാക്കി വെച്ച് അനുഭവിക്കണം എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗതീയത എന്ന് പറയുന്നത്. ഈ ഉപാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഈ 3 ഉപാധികള് ശുദ്ധമാക്കപ്പെടുമ്പോൾ കാമത്തിന് ആ ഉപാധികളിൽ, ആ പാത്രങ്ങളിൽ ഇരിക്കാൻ കഴിയില്ല, സ്ഥിതി ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അന്ധക്കരണ ശുദ്ധി വേണമെന്ന് പറയുന്നത്. ജ്ഞാനം സമാർജിക്കുന്നതിന് ഒരു വ്യക്തിയിൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടായിരിക്കണം. അന്ധക്കരണം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് 4 ചേർന്നിട്ടുള്ള ഒരു സൂക്ഷ്മ ആവാസ വ്യവസ്ഥയാണ് ശരിക്കും അന്ധക്കരണം എന്ന് പറയുന്നത്. ഓരോരുത്തരിലെയും ലിംഗശരീരമായി, സൂക്ഷ്മ ശരീരമായി ഈ അന്ധക്കരണം പ്രവർത്തിക്കുന്നുണ്ട്. ആ അന്ധക്കരണത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ കർമ്മത്തിൽ നിഷ്കാമത കൊണ്ടുവന്ന് കർമ്മം നിഷ്കാമമായി അനുഷ്ഠിക്കണം. എല്ലാ കർമ്മങ്ങളിലും നിഷ്കാമത വരുന്നതോട് കൂടിയിട്ട് കാമത്തിന് ഇരിക്കാൻ കഴിയുകയില്ല, അകത്തിരിക്കാൻ കഴിയില്ല, അകം ശുദ്ധമാകാൻ തുടങ്ങും. അപ്പോ കർമ്മയോഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് പറയണമെങ്കിൽ കാമത്തിന്റെ തത്വം മനസ്സിലാക്കണം. കാമം അകന്നിരിക്കുന്ന അറിവ് അല്ലെങ്കിൽ ബോധം, മനസ്സാണ് നിഷ്കാമകർമ്മത്തിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോ കർമ്മയോഗത്തെ കർമ്മയോഗമാക്കി മാറ്റുന്നതും ഈ നിഷ്കാമതയാണ്. അത് ചിത്തശുദ്ധീകരണത്തിനും അന്ധകരണ ശുദ്ധീകരണത്തിനും സഹായിക്കുന്നതാണ്. 40ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയത്, ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ദേഹിയെ വിമോഹിപ്പിക്കുന്നു. ദേഹിനം വിമോഹയതി. ദേഹി എന്നത് നമ്മളിലെ ജീവനാണ്.
നമ്മളുടെ വ്യക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവൻ നമ്മളിൽ ഇരിക്കുന്ന ആത്മാവ് തന്നെ ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ട് ആ വ്യക്തിത്വത്തോടു കൂടിയിരിക്കുന്ന ദേഹിയെ വിമോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഈ ഉപാധികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിന്റെ അധിഷ്ഠാനമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മൂഢമായ ചില സ്ഥിതി ഉണ്ടാകുന്നു, മൗഢ്യം ഉണ്ടാകുന്നു. വാസ്തവത്തിൽ ആ മൗഢ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത തുടങ്ങിയിരിക്കുന്നത്. ആ മൗഢ്യം മാറാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാനെ ശരണം ഗമിച്ചിരിക്കുന്നത് അർജുനൻ. അപ്പോ ഈ അധിഷ്ഠാനങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ 5 നമുക്കുള്ളത്. ജ്ഞാനേന്ദ്രിയം, അതില് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളില് കാമം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ണിന് ആസ്വാദ്യകരമായ വസ്തുക്കളെ നമ്മൾ കൂടുതൽ നേരം നോക്കിയിരിക്കുന്നത്. കാതിന് ആസ്വാദ്യകരമായതിനെ കൂടുതൽ നേരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മൂക്കിന് ആസ്വാദ്യകരമായിട്ടുള്ള ഗന്ധം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ നേരം അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. രുചികരമായ വിഭവങ്ങൾ നമ്മൾ നാവിലിട്ട് കൂടുതൽ രസിച്ചുകൊണ്ടിരിക്കുന്നു. ആസ്വാദ്യകരമായ സ്പർശത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ആമഗ്നമാകുന്നു. ഇതെല്ലാം ഇന്ദ്രിയങ്ങളുടെ കാമത്തിന്റെ സ്വഭാവമായിട്ട് നമ്മൾ അറിയണം. ഇനി നമുക്ക് 3 ശ്ലോകങ്ങൾ കൂടി എടുക്കാനുണ്ട്. 41-ാമത്തെ ശ്ലോകം. തസ്മാത് ത്വമിന്ദ്രിയാണ്യദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത് ത്വം ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹി ഹി ഏനം ജ്ഞാനവിജ്ഞാനനാശനം. ഹേ ഭരതർഷഭ, ഭരതകുലശ്രേഷ്ഠ, അർജുനനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. തസ്മാത്, അതുകൊണ്ട്, ത്വം നീ, ഇന്ദ്രിയങ്ങളെ, ആദൗ ആദ്യം, നിയമനം ചെയ്യണം. ഇന്ദ്രിയങ്ങളെയാണ് നീ ആദ്യം നിയമനം ചെയ്യേണ്ടത്. നിയമനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കേണ്ടത്. ഇന്ദ്രിയങ്ങളിലാണ് കാമത്തിന്റെ ഒരു വാസസ്ഥാനമായിരിക്കുന്നത്. അപ്പോ ആ ഇന്ദ്രിയങ്ങളാണ് ആദ്യം അടക്കേണ്ടത്. മനസ്സിനെയും ബുദ്ധിയെയും നമുക്ക് കാണാൻ കഴിയില്ല, ഇന്ദ്രിയങ്ങളെ നമുക്ക് കാണാം. ഇന്ദ്രിയങ്ങൾ കൂടുതൽ പ്രത്യക്ഷമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കാനാണ് മനസ്സിനെ അടക്കുന്നതിനേക്കാളും ബുദ്ധി അടക്കുന്നതിനേക്കാളും എളുപ്പം. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ പഠിക്കണം. ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യാനായിട്ട് പഠിക്കണം മനുഷ്യൻ. ഏതൊരു സ്പിരിച്വൽ ഗ്രോത്തിന്റെയും ബേസ് അതാണ്. എല്ലാ മതങ്ങളും അല്പമൊക്കെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും അടക്കുവാനുമുള്ള പാഠങ്ങൾ തരുന്നുണ്ട്. ഇസ്ലാം മതത്തിന് റമസാൻ വ്രതകാലത്ത് അവന്റെ ആസ്വാദികരമായിട്ടുള്ള ഭക്ഷണത്തിനുള്ള അഭിവാഞ്ച വരുന്ന പകൽ സമയത്ത് അതടക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിലും നിരവധി സാധനകളില് ഈ ഇന്ദ്രിയങ്ങളുടെ അടക്കം പറയുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ അടക്കുന്നതിനെ ദമം എന്നാണ് അവർ പറയുക. ഇപ്പൊ ഹിന്ദുമതത്തിന്റെ പല സമ്പ്രദായങ്ങളിലും, മിക്കവാറും എല്ലാ സമ്പ്രദായങ്ങളിലും, യോഗ സമ്പ്രദായത്തിലും താന്ത്രിക സമ്പ്രദായത്തിലും വേദാന്ത സമ്പ്രദായത്തിലും ഒക്കെ ഈ ദമം എന്ന വാക്കിന് ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് അർത്ഥം. ഈ ഇന്ദ്രിയ നിഗ്രഹം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെയും അതാണ് പഠിപ്പിക്കേണ്ടത്. ശരിക്കും
ഇന്ന് വളരുന്ന കുട്ടികളെ മാതാപിതാക്കന്മാര് ഇന്ദ്രിയ പ്രലോഭനങ്ങൾ കൊണ്ട് അവരെ ഒരർത്ഥത്തില് ആ ശിക്ഷണത്തിൽ നിന്ന് വിമുക്തമാക്കി വിടുകയാണ്. അത്തരം ശിക്ഷണങ്ങൾ ലഭിക്കാതെ വളരുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ദുരന്തം ഭാവിയിൽ അത് വലുതായിരിക്കും. കാരണം പൂർവകാലത്ത് കുഞ്ഞിനെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും, അച്ഛന്റെയും അമ്മയുടെയും പരിസരത്തിൽ നിന്ന് അകറ്റിയിട്ട് ഒരു ഗുരുവിന്റെ പരിസരത്തിലേക്ക് വിടുന്നത് ഈ ഇന്ദ്രിയ നിഗ്രഹം ശീലിക്കാനാണ്. അത്തരം ശിക്ഷണങ്ങൾ മനുഷ്യനില്ലെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരം ഇല്ലാതായിട്ട് തീരും. മനുഷ്യന് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുന്നു. അതായത് അധമമായ വിഷയങ്ങളിൽ നിന്ന് ഉന്നതമായ വിഷയങ്ങളിലേക്ക്, ബോധത്തിലേക്ക്, തലങ്ങളിലേക്ക് മനുഷ്യ മനസ്സിനെ ആനയിക്കുവാനായിട്ട് മനുഷ്യന് കഴിയും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ വസ്തുവിനെ നോക്കുവാനും നോക്കാതിരിക്കുവാനും അവന് കഴിയും. നോക്കുക എന്നത് യാന്ത്രികമല്ല, അതിന്റെ പിന്നില് ഒരു സ്വേച്ഛ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് കാണേണ്ടതിനെ കാണണം, കാണാൻ പാടില്ലാത്തതിനെ കാണാതിരിക്കുന്നതാണ് ഉത്തമം. വേദങ്ങളില് ഒരു ശാന്തി മന്ത്രം തുടങ്ങുന്നത് തന്നെ ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗസ്തുഷ്ടുവാഗംസസ്തനോഭിർ പശ്യേമദേവഹിതം യദായുഃ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭദ്രമായതിനെ കാണുമാറാകട്ടെ, ഭദ്രമായതിനെ കേൾക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഭദ്രം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ധർമ്മത്തിന് ഇണങ്ങുന്നതും അത് നമ്മളുടെ മനസ്സിനെ മലീമസമാക്കാത്തതുമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെ ഭദ്രമായതിനെ കാണാൻ നമുക്ക് പഠിക്കണം. അതിന് ശിക്ഷണം ആവശ്യമുണ്ട്. തസ്മാത് ത്വം ഇന്ദ്രിയാണി ആദൗ നിയമ്യ ഭരതർഷഭ, അല്ലയോ ഭരതർഷഭ. ഋഷഭ എന്ന വാക്കിന് കാള എന്നാണ് അർത്ഥം. ഇവിടെ ശ്രേഷ്ഠ പദമായിട്ട് ഋഷഭത്തെ കുറിച്ചിട്ട് പറയാം. ഭരത ഋഷഭ, നീ ആദ്യം ഇന്ദ്രിയങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ അടക്കാനായിട്ട് പഠിക്കണം. നമ്മളും ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുകയല്ല ശരിക്കും. അധ്യാത്മത്തിന്റെ സ്വഭാവം പഠനമല്ല, ശരിക്കും ശിക്ഷണമാണ്. നമ്മളുടെ സാധനകളൊക്കെ നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാണ്. നമ്മുടെ കണ്ണിനെ ഡിസിപ്ലിൻഡ് ആക്കുക, കാതിനെ ഡിസിപ്ലിൻഡ് ആക്കുക, മൂക്കിനെ, നാക്കിനെ, ത്വക്കിനെ ഒക്കെ ഡിസിപ്ലിൻഡ് ആക്കാം. നിഷേധിക്കുകയല്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ നിഷേധിക്കുകയല്ല, പാടെ അവഗണിക്കുക, നിഷേധിക്കുകയല്ല. കണ്ണിനെ കൊണ്ട് ഭദ്രമായത് കാണിക്കുക, കാതിനെ കൊണ്ട് ഭദ്രമായത് കേൾപ്പിക്കുക. നമ്മൾ ഊട്ടിയിൽ ഗുരു നിത്യചൈതന്യതിയുടെ അടുത്ത് താമസിക്കുന്ന കാലത്ത് ഗുരു നമുക്ക് പലതരത്തിലുള്ള മാതൃകകൾ കാണിച്ചു തരുമായിരുന്നു. നമ്മുടെ കാതുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? തത്വശ്രവണത്തിന് വേണ്ടിയിട്ടാണ്. തത്വശ്രവണം കൂടാതെ ഉദാത്തമായ സംഗീതം ശ്രവിക്കാനും നമുക്ക് കാത് ഉപയോഗിക്കാം. അതിലൂടെ അധ്യാത്മ ഭാവങ്ങളുള്ള കീർത്തനങ്ങൾ ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക ശുദ്ധീകരണം നടക്കുന്നതായിരിക്കും. കണ്ണുകൾക്ക് ഭദ്രമായ വിഷയങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കണം. അഭദ്രമായ വിഷയങ്ങളിലേക്ക് കണ്ണുകൾ ആനീതമാക്കാതിരിക്കുക എന്നൊരു ശിക്ഷണമാണത്. നാവും അതുപോലെ തന്നെ ഹിംസാരഹിതമായ ഭക്ഷണങ്ങളിൽ രുചി കാണാൻ ശ്രമിക്കുക. സ്പർശത്തിനും അത് തന്നെയാണ്. ഹിംസാരഹിതമായിട്ടുള്ള സ്പർശം, സ്നേഹസ്പർശം, സാന്ത്വന സ്പർശം, അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. സ്പർശത്തിൽ എപ്പോഴും സ്നേഹവും കാരുണ്യവും സാന്ത്വനവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ മൃദുലമായ തലം നിങ്ങളുടെ സ്പർശത്തിൽ അടങ്ങിയിരിക്കണം. ഗന്ധമാകട്ടെ രൂക്ഷഗന്ധങ്ങള് ഒന്നും ശീലിക്കാതെ സൗമ്യഗന്ധങ്ങളെ
ആസ്വദിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ പല ഭക്ഷണത്തിൻ്റെയും രുചി അനുഭവിക്കുന്നത് അതിൻ്റെ രൂക്ഷമായ ഗന്ധത്തിലൂടെയാണ്. വാസ്തവത്തില് ഈ വായിന്റെ മുകളിൽ തന്നെ മൂക്ക് വെക്കാൻ കാരണം ഒരു ഭക്ഷണത്തിന്റെ മണവും രുചിയും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അത് രണ്ടും ഒരുമിച്ചാണ് അനുഭവിക്കുന്നത് ഒരു മനുഷ്യൻ. അപ്പൊ എന്താണ് ഗന്ധത്തിന്റെ കാര്യത്തിലും ശ്രേഷ്ഠത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ശിക്ഷണം ചെയ്യിക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അർജുനനോടും അത് തന്നെയാണ് പറയുന്നത്. നീ നിന്റെ ഇന്ദ്രിയങ്ങളെ ആദ്യം നിയമനം ചെയ്യണം. നിയമ്യ, നിശേഷന യമനം ചെയ്യുന്നതിനെയാണ് നിയമനം എന്ന് പറയുന്നത്. അതിനുശേഷം ഏനം ഇവനെ ജ്ഞാനവിജ്ഞാന നാശനം പാപ്മാനം, ജ്ഞാനവിജ്ഞാന നാശത്തിന് ഇടവരുത്തുന്ന ഈ പാപ്മാനം, പാപിയെ, ഈ കാമമാകുന്ന പാപിയെ പ്രചഹി, ഒഴിവാക്കും. ഇവിടെ പ്രചഹി പാപ്മാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപ്മാനം, പാപിയെ, ഇതൊരു പാപിയാണ്. ഈ രജോഗുണജന്യമായിട്ടുള്ള, രജോഗുണത്തിൽ നിന്ന് ജനിക്കുന്ന ഈ കാമം ഇന്ദ്രിയങ്ങളിൽ അത് വസിക്കുന്നുണ്ട്. അത് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നു. രണ്ട് പദമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനം എന്നത് ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ അവബോധമാണ്. അതാണ് തിയററ്റിക്കൽ നോളജ് എന്ന് പറയുന്നത്. വിജ്ഞാനം എന്നത് അനുഭവജ്ഞാനമാണ്. അത് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയും. ഒരു വ്യക്തിക്ക് കേൾക്കുന്ന മാത്രയിൽ ഉണ്ടാകുന്ന അറിവല്ല അധ്യാത്മമായ അറിവ്. അത് വിജ്ഞാനമായിട്ട് മാറണം നമ്മളുടെ. ജ്ഞാനത്തെ വിജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഘടകത്തില് ഒരു ഈ കാമം ഇടപെടുകയാണെങ്കിൽ അനുഭൂതിയുടെ തലത്തിലേക്ക് ജ്ഞാനം വളരുകയില്ല. ജ്ഞാനം അനുഭൂതിയുടെ തലത്തിലേക്ക് വളരണമെങ്കിൽ കാമത്തെ ഒഴിവാക്കണം. കാമരഹിതമായ കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി വന്നാൽ മാത്രമാണ് തത്വശ്രവണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം വിജ്ഞാനമായിട്ട് മാറുള്ളൂ. വിജ്ഞാനം എന്നത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്, നമ്മുടെ അനുഭൂതിയായിട്ട് മാറുകയുള്ളൂ. അത് അദ്വൈതമാകുന്ന അനുഭൂതിയായിട്ട് മാറുകയുള്ളൂ. അത്തരം അനുഭൂതി മണ്ഡലങ്ങൾ നമ്മളിൽ തുറക്കപ്പെടണമെങ്കിൽ നാം ഈ കാമത്തെ ഒഴിവാക്കണം നമ്മിൽ നിന്ന്. അതാണ് ഈ ശ്ലോകത്തിന്റെ ആന്തരികമായ അർത്ഥം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 42 ശ്ലോകം. ഇന്ദ്രിയാണി പരാണ്യാഹുഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരതസ്തു സഹ. ഇന്ദ്രിയാണി പരാണി ആഹുഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസ്സഃ തു മനസസ്തു മനസ്സഃ തു മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ യഃ ബുദ്ധേഃ പരതഃ തു സഹ പരതഃ തു സഹ പരതസ്തു സഹ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം പരിശോധിച്ച് നോക്കാം. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, പരാണി, പരാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന തലത്തിലുള്ളതാണ്. എന്തിനേക്കാൾ ഉയർന്ന തലത്തിലുള്ളതാണ്, ശ്രേഷ്ഠമാണ് ഈ ഇന്ദ്രിയങ്ങള്. സ്ഥൂലമായ ശരീരത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയപ്പെടുന്നു, എന്ന് ആഹു എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നു.
പൂർവികർ പറയുന്നു. ഇന്ദ്രിയങ്ങൾ ഈ സ്ഥൂല ശരീരത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. ഏതർത്ഥത്തിലാണെന്ന് വിശദീകരിക്കാം. മനസ്സ് പരം, ഇന്ദ്രിയേഭ്യ മനഃ പരം. ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സ് ശ്രേഷ്ഠമാകുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത് ഉയർന്നതാകുന്നു. മനസ്സഹാത്തു, മനസ്സിനേക്കാൾ ആകട്ടെ ബുദ്ധി പര, ബുദ്ധിയാണ് പരമമായിരിക്കുന്നത്, ശ്രേഷ്ഠമായിരിക്കുന്നത്, ഉയർന്ന വിധാനത്തിൽ വർത്തിക്കുന്നത്. യഹ, യാതൊരാള് ബുദ്ധേഹേ പരതഃ, ബുദ്ധിക്കും പരമമായിട്ട് ഉപരിയായിട്ട് തു ആകുന്നുവോ, അയാൾ സഹ, അയാൾ അതുതന്നെ എന്നർത്ഥത്തിൽ ആണ് ഇവിടെ പറയുന്നത്. ആരാണ് ബുദ്ധിക്ക് ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്നത്, വർത്തിക്കുന്നത്, പരമമായിരിക്കുന്നത്? ഏതൊരു വ്യക്തിക്കാണോ ഈ ബുദ്ധിക്കും അതീതമായിട്ട് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത്, അയാൾ ആത്മാവ് തന്നെയാകുന്നു, അയാൾ അറിവ് തന്നെയാകുന്നു, അയാൾ ബോധം തന്നെയാകുന്നു, അയാൾ ആത്മജ്ഞാനിയാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നത് ശരീരത്തിനേക്കാളും സൂക്ഷ്മത്വമുള്ളതാണ്. ശരീരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് സൂക്ഷ്മത്വം കൂടുതലാണ്. അതുകൊണ്ട് അതിനെ ശരീരത്തിനേക്കാൾ ശ്രേഷ്ഠതരമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ എന്ന് പറഞ്ഞാൽ അതിന് സൂക്ഷ്മത്വം ഉണ്ട്, കുറച്ചുകൂടി. സൂക്ഷ്മത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഗ്രഹിക്കണമെങ്കിൽ പ്രയാസമാണ്. എന്താണ്? ശരീരത്തെ കാണാനും സ്പർശിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഇന്ദ്രിയത്തെ, ആ ഇന്ദ്രിയ ഗ്രഹണ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ശരീരത്തിനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മനസ്സും എടുത്തു നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സ് എന്താണെന്ന് പോലും ഇന്ന് പല മനഃശാസ്ത്രജ്ഞർക്കും പറയാൻ കഴിയുന്നില്ല. മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സെന്നൊരു വസ്തു ഉണ്ടോ? ശരിക്കും മനസ്സെന്നൊരു വസ്തു ഇല്ല എന്നാണ് നാരായണ ഗുരുദേവൻ ദർശനമാലയിൽ പറയുന്നത്. മനോമയമിതം സർവം ന മനഃക്വാഭിവിദ്യതേ. നമ്മളുടെ ഈ കാണുന്നതെല്ലാം എന്നാണ് പറയുന്നത്. മനോമയം ഇതം സർവം, ഈ ഇതെല്ലാം മനോമയമാകുന്നു. വാട്ട് എവർ വി എക്സ്പീരിയൻസ്, അതാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു അതെല്ലാം മനോമയം, മനസ്സ് തന്നെയാണ്. എന്നാൽ ആ മനസ്സ് എവിടെയും ഇല്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത്? മനസ്സിനെ നമുക്ക് ഉള്ളം കയ്യിൽ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും സൂക്ഷ്മമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠതരമായിട്ട് മനസ്സിനെ കരുതുന്നു, സുപ്പീരിയർ ആയിട്ട് മനസ്സിനെ കരുതുന്നു. ഇനി അതിനേക്കാളും ഈ മനസ്സിന്റെ സവിശേഷത എന്തെന്ന് നോക്കുകയാണെങ്കിൽ സങ്കല്പ വികല്പാത്മകമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. സങ്കല്പിക്കുകയും വികല്പനം ചെയ്യുകയും ചെയ്യുന്നതാണ് മനസ്സ്. ആ മനസ്സിൻ്റെനേക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു അന്ധക്കരണ വൃത്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി നിശ്ചയാത്മികയാണ്. തീരുമാനമെടുക്കുന്നത് പല വിഷയങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത് ഇന്നതാണെന്ന് ഉറപ്പിക്കുകയും ആ ഉറപ്പ് വരുത്തുന്ന നമ്മിലെ ഒരു ഘടകമാണ്, ഫാക്ടറാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചയാത്മികയാണ് ബുദ്ധി, സംശയാത്മികയാണ് മനസ്സ്. ഇന്ദ്രിയങ്ങൾ ഇവ രണ്ടിനും ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്ന, ഈ രണ്ടിനേക്കാളും സ്ഥൂലത്വമുള്ള ഒന്നാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മത്വമുള്ളതാണ് മനസ്സും ബുദ്ധിയും. മനസ്സിനേക്കാൾ സൂക്ഷ്മതയുള്ളതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ ഒന്നേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ കാരണം അതിൻ്റെ സൂക്ഷ്മത്വം മാത്രമല്ല, അന്തരസ്ഥത്വം.
ഇന്ദ്രിയങ്ങളെക്കാൾ ആന്തരികമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ആന്തരികമാണ് ബുദ്ധി. ഇനി വ്യാപിത്വം, പെർവേഡ് ചെയ്തിരിക്കുന്ന സ്ഥിതി, വ്യാപിച്ചിരിക്കുന്ന സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെക്കാൾ വ്യാപ്തിയുണ്ട് മനസ്സിന്, മനസ്സിനേക്കാൾ വ്യാപ്തിയുണ്ട് ബുദ്ധിക്ക്, ബുദ്ധിയേക്കാൾ വ്യാപ്തിയുണ്ട് ആത്മാവിന്. അവസാനം പറയുന്നത് ആത്മാവിനെയാണ്. അപ്പൊ ആത്മാവ് ഈ മൂന്ന് ഉപാധികളെക്കാളും അതീതവും സൂക്ഷ്മത്വവും അന്തരസ്ഥവും വ്യാപകത്വവും ഉള്ളതാണ്. കാരണം ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, എന്നാൽ ബുദ്ധി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നില്ല, ജീവനിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ആ ജീവന്റെ ഉപാധിയുടെ മണ്ഡലത്തിലാണ് ബുദ്ധി ഇരിക്കുന്നത്, മനസ്സും ആ ജീവന്റെ മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ ശരീരത്തിലാണ് ഇരിക്കുന്നത്, എന്നാൽ ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സുമായിട്ട് സൂക്ഷ്മതലത്തിൽ കണക്റ്റഡ് ആണ്. ഇന്ദ്രിയങ്ങൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു ഇന്നതാണെന്ന് ബോധിപ്പിക്കാൻ അന്ധക്കരണ വൃത്തികൾ ജാഗരൂകമാകേണ്ടതുണ്ട്. അന്ധക്കരണ വൃത്തികൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ചിത്തത്തിൽ നിന്നും സ്മൃതികൾ ഉണർന്നു വന്ന് പുറത്തു കണ്ട വസ്തുവിന് നമ്മുടെ ഭൂതകാലത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് വർത്തമാനകാലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുവും ഭൂതകാലത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു വസ്തുവും തമ്മിലുള്ള കോറിലേഷൻ, സംബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധി അതിനെ ഉറപ്പിച്ചു തരുന്നു, നിശ്ചയിച്ചു തരുന്നു. അത്തരം ഒരു ഉപാധികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് ഉപാധി സംസ്കരണം നടത്തിയാൽ മാത്രമാണ് നമ്മളുടെ ഉള്ളിൽ ജ്ഞാനത്തെ സമ്പൂർണമായി അറിഞ്ഞനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ. നമ്മുടെ ഇന്നർ ഫാക്കൽറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതിനൊരു ഘടനയുണ്ട് ഇവിടെ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ എന്ന്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ കർമ്മയോഗമൊക്കെ പഠിച്ച് നമ്മൾ അനുഷ്ഠിക്കാനായിട്ട്. അതിന്റെ ഫിലോസഫി അറിയണം. എന്തിനൊരു ദാർശനികതയുണ്ട്. ഈ ദാർശനികത അറിയാതെ നമ്മൾ മനസ്സിലാകാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നമുക്ക് കിട്ടേണ്ടുന്ന റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കുകയാണ്. ശരീരം എന്താണ്, മനസ്സെന്താണ്, ബുദ്ധി എന്താണ്, ചിത്തം എന്താണ്, അഹങ്കാരം എന്താണ്, ആത്മാവ് എന്താണ്, ഇത് നമ്മൾ അറിയണം. ജീവിതം കൊണ്ട് എന്താണ് നേടേണ്ടത്, ജീവിതം കൊണ്ട് എന്താണ് അറിയേണ്ടത്, ജീവിതം കൊണ്ട് എന്താണ് അനുഭവിക്കേണ്ടത് ആത്യന്തികമായിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തെ പൂർണ്ണമാക്കാൻ കഴിയുമ്പോൾ മാത്രമല്ലേ മനുഷ്യ ജീവിതം സഫലമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യ ജീവിതം മൃഗങ്ങൾ ചെയ്യുന്ന അതേ കർമ്മങ്ങൾ തന്നെ ഏറ്റുപിടിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചാൽ മനുഷ്യജന്മം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനുഷ്യജന്മത്തെ എങ്ങനെ പൂർണ്ണമാക്കാം എന്നുള്ള ഒരു അവബോധമാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അർജുനനിലൂടെ മാനവരാശിക്ക് നൽകുന്ന വലിയ ഒരു വെളിവാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 43-ാമത്തെ ശ്ലോകം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാം ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യ ആത്മാനം ആത്മനാ സംസ്തഭ്യ ജഹി ശത്രും മഹാബാഹുവോ കാമരൂപം ദുരാസദം. ഹേ മഹാബാഹുവോ, അർജുന, മഹാബാഹുവായ അർജുന എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ശക്തനാണ് അർജുനൻ.
കായികമായി നല്ല ശക്തനാണ്. അതുകൊണ്ട് മഹാബാഹു എന്ന സംബോധന അന്വർത്ഥമാണ്. ഏവം പ്രകാരം ബുദ്ധിയുടെ പരമമായതിനെ പരം ബുദ്ധ്വ, ബുദ്ധിക്കും അതീതമായതിനെ പരമമായതിനെ അറിഞ്ഞിട്ട് ബുദ്ധ്വ ആത്മാനം ആത്മനാ സംസ്തഭ്യ, ആത്മാവിനെ ആത്മാവിനാല് സംസ്തഭ്യ ഉറപ്പിച്ചു നിർത്തിയിട്ട്, ആത്മാവ് കൊണ്ട് ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട്. ഇവിടെ രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അന്ധക്കരണമാകുന്ന ആത്മാവ് കൊണ്ട് പരമമായ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തിയിട്ട്, ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന പരമാത്മാവില് ബുദ്ധിയെ ഉറപ്പിച്ചിട്ട് എന്ന് മനസ്സിലാക്കണം. ബുദ്ധിയെ എന്തിനു വേണ്ടിയാണ്? വിഷയങ്ങളിൽ ഉറപ്പിക്കുക മാത്രമല്ല ബുദ്ധിയുടെ ലക്ഷ്യം. വിഷയങ്ങളിൽ നിന്നും വ്യാവർത്തിപ്പിച്ച് ബുദ്ധിയെയും മനസ്സിനെയും പരമാത്മാവിൽ ഉറപ്പിക്കണം. എന്നിട്ട് ദുരാസദം കാമരൂപം ശത്രും ജഹി, ദുരാസദമായ ജയിക്കാൻ പ്രയാസമായിട്ടുള്ള കാമരൂപമായിട്ടുള്ള ശത്രുവാണ് കാമം. ആ കാമത്തെ ജഹി, ഒഴിവാക്കുവോ, അല്ലെ ആ കാമത്തെ നിഷ്കാസനം ചെയ്യൂ സമ്പൂർണമായിട്ട്. ആ കാമത്തെ നിഷ്കാസനം ചെയ്യണം നമ്മളിൽ നിന്ന്. എങ്ങനെയാണ്? മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചിട്ട്, അല്ലാതെ വേറൊരു വഴിയില്ല. കാമനെ വധിക്കാനായിട്ട് വേറൊരു വഴിയില്ല. ഉപാധികളിൽ പറ്റിക്കൂടിയിരിക്കുന്ന ഈ കാമനെ നമുക്ക് നിഷ്കാസനം ചെയ്യാൻ എന്ത് പറ്റും? മനസ്സ് കാമവിഷയങ്ങളിൽ വെക്കാതെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാം. ബുദ്ധിക്കും അതീതമായിരിക്കുന്ന ആത്മാവിൽ മനസ്സിനെയും ബുദ്ധിയെയും ഉറപ്പിച്ച് നിശ്ചയിക്കണം. അതിന് ഏറ്റവും അത്യാവശ്യമായതാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ഗുണം. ഒരു ഗുരുവില് ശാസ്ത്രത്തിലുള്ള വിശ്വാസമാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അത്തരം ഒരു വിശ്വാസം, ദൃഢമായിട്ടുള്ള വിശ്വാസം, അന്ധമായ വിശ്വാസമല്ല, നമ്മുടെ അകത്തു നിന്ന് നമുക്ക് ആത്മാവിനെ അറിയണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹം ഒരു ഗുരുവിൽ ഉണർത്തിക്കുകയും ഗുരുവിന്റെ സഹായത്തോടെ ശാസ്ത്രത്തിന്റെ അന്തരാർത്ഥം ഗ്രഹിക്കുവാനായിട്ട് ഗുരുവിനെ സമീപിച്ചുകൊണ്ട് ഗുരുവിന് സേവ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ ജ്ഞാനം ആ ഗുരുവിൽ നിന്ന് നേരിട്ട് കേൾക്കും. അനുഭൂതി മർമ്മജ്ഞനായിട്ടുള്ള ആ ഗുരുവിൽ നിന്നും ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാകുന്നു. ആ ജ്ഞാനത്തില് സാധാരണ രീതിയിൽ ജ്ഞാനത്തിലേക്ക് ബുദ്ധി പോവുകയില്ല. കാരണം എന്താ? വിഷയവാസനയുമായിട്ട് കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഈ ബുദ്ധി വിഷയങ്ങളിലേക്ക് മാത്രമേ പോകൂ സാധാരണഗതിയിൽ. അതുകൊണ്ട് ഗുരുസേവ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈശ്വര സേവ ചെയ്യുന്നത് ഈ അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അന്ധക്കരണ ശുദ്ധി വരുത്തുന്നതിലൂടെ നമുക്ക് തത്വശ്രവണത്തിലേക്കുള്ള ഏകാഗ്രത വരികയും ശ്രദ്ധ ഉണരുകയും ചെയ്യും. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള വിശ്വാസത്തിനെ ശ്രദ്ധ എന്ന് പറയുന്നു. ആ ശ്രദ്ധ വളർന്നു വന്നാൽ മാത്രമാണ് നമുക്ക് ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന ആത്മാവില് മനസ്സിനെയും ബുദ്ധിയെയും ഉറപ്പിച്ചു നിർത്താൻ പറ്റുള്ളൂ. അന്ധക്കരണത്തെ പരമാത്മാവിലേക്ക് തിരിച്ചു വിടണം. അങ്ങനെ ഗതി തിരിച്ചു വിടാൻ കഴിയുമ്പോൾ അതിനെ അന്തർമുഖത എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തി അന്തർമുഖനായിട്ട് തീരണം. ഈ അന്തർമുഖതയാണ് മനുഷ്യൻ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ സ്വാഭാവികമായി ബഹിർമുഖ പ്രജ്ഞരാണ്. നമ്മുടെ പ്രജ്ഞ ബഹിർമുഖ സ്വഭാവിയാണ്. അത് എപ്പോഴും പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. അകത്തേക്ക് അതിന് ബോധപൂർവം ആനയിക്കണം. അതിന് അറിവുണരണം, അവബോധമുണ്ടാകണം. എപ്പോഴൊക്കെയാണോ മനസ്സ് ബഹിർമുഖത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോഴൊക്കെ ആ മനസ്സിനെ അന്തരസ്ഥമായ ആത്മാവിലേക്ക് ഉണർന്ന് അങ്ങോട്ട് ആനയിക്കാൻ നമുക്ക് കഴിയണം. അതാണ് സാധനയുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഈ സാധനയിലൂടെയാണ് നമുക്ക് മനോജയം സാധ്യമായിരിക്കുന്നത്, ആത്മവിജയം സാധ്യമായിരിക്കുന്നത്. അപ്പോ ദുരാസദം എന്ന് പറയാൻ കാരണമുണ്ട്.
മനസ്സ് എപ്പോഴും ഈ ബാഹ്യ വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിലേക്ക് കെട്ടുപിണഞ്ഞു കിടക്കും. പലരും പറയുന്നത്, എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയുന്നില്ല, മനസ്സിനെ അടക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കുന്ന ശീലത്തെ പരിശീലിക്കുന്നില്ല. ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ അത് വേണ്ട എന്ന് തന്നെയാണ് അതിനർത്ഥം. അത് പരിശീലിപ്പിക്കണം ഓരോ ഇന്ദ്രിയത്തിനെയും. ഇന്ദ്രിയങ്ങൾ നമ്മളെ പ്രലോഭിപ്പിച്ച് നിരന്തരമായിട്ട് ഇന്ദ്രിയങ്ങളുടെ താല്പര്യത്തിന് വശകരായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു പാവ മാത്രമായിരിക്കും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ പ്രജ്ഞയും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇന്ദ്രിയങ്ങൾ കേൾക്കണം. ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങളെ ഉപയോഗിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കിയിട്ട് ഉപാധികളാകുന്ന ഇന്ദ്രിയങ്ങളെ ഏത് തലത്തിൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇന്ദ്രിയം ഒരു ഉപകരണം മാത്രമാണ്. മനസ്സൊരു ഉപകരണമാണ്. ബുദ്ധി ഒരു ഉപകരണമാണ്. ആത്മാവ് ഉപകരണമല്ല. ആ ഉപകരണത്തെ ഉപയോഗിക്കുന്നവനാണ്. ആ ഉപകരണത്തെ ഉപയോഗിക്കുന്ന ആത്മാവ് ഉപകരണത്തെ വേണ്ടവണ്ണം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അവൻ ജീവിക്കുന്നുള്ളൂ. അതിന് അവന് ആത്മാവില് പ്രതിഷ്ഠ ഉണ്ടാകണം, ഉറച്ചിരിക്കാനായിട്ട് കഴിയണം. ഇങ്ങനെ ആത്മനിഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. അത്തരം ഒരു ജീവിതം ഒരു വ്യക്തിക്ക് അവന്റെ ശരീര മനസ്സുകളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ വേണ്ട വിധത്തിൽ ആത്മാവിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായിരിക്കുന്ന പരമസാക്ഷാത്കാരം അല്ലെങ്കിൽ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത് അതാണ്. ആ ലക്ഷ്യമാണ് മനുഷ്യന്റെ പരമലക്ഷ്യമാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുക മാത്രമല്ല, ആ യുദ്ധം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ രജോ ഗുണത്തെ ലഘൂകരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ്. അർജുനൻ രജോ ഗുണപ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് യുദ്ധമാണ് അർജുനന്റെ ധർമ്മമായിരിക്കുന്നത്. അങ്ങനെ അർജുനൻ ആ ധർമ്മം നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ ആ അർജുനന്റെ അന്ധകരണത്തിനുണ്ടാകുന്ന ശുദ്ധിയിലൂടെ ആത്മബോധത്തിലേക്കുള്ള തെളിമ അവന് ലഭിക്കുന്നു. ആ തെളിമയാണ് ഓരോരുത്തർക്കും ഉണ്ടായി വരേണ്ടത്. നമ്മൾ എല്ലാവരും അർജുനന്റെ പ്രകൃതമുള്ളവരല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രകൃതമുണ്ട്, ആന്തരിക ഘടനയുണ്ട്, ഗുണഘടനയുണ്ട്. അതനുസരിച്ച് അവരവരുടെ ധർമ്മത്തിന്റെ നിജസ്വഭാവം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി ഈ ഭൂമുഖത്ത് ജീവിക്കണം. തന്റെ ധർമ്മത്തിനോട് നീതി പുലർത്താൻ ശ്രമിക്കുക. ആരും ആരെയും അനുകരിക്കാതിരിക്കുക. ഈ ലോകത്ത് പലരും ജീവിതത്തെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അനുകരണം ഒരർത്ഥത്തില് അവരവരുടെ ധർമ്മം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്. കുട്ടികളിൽ പോലും ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ അവന്റെ ധർമ്മത്തെ മനസ്സിലാക്കി കൊടുക്കുകയും ആ ധർമ്മത്തിൽ ഉറച്ചിരിക്കാൻ പറയുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ, നിഷ്കാമമായി അനുഷ്ഠിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ചിത്തശുദ്ധി ഉണ്ടാകുകയും ആത്മബോധത്തിലേക്ക് അനായാസം കയറിപ്പോകാൻ കഴിയുകയും ചെയ്യുന്നു. ഇത് ആണ് ഭഗവത്ഗീതയുടെ ഒരു സ്വഭാവം. നമ്മൾ മനസ്സിലാക്കണം മനുഷ്യജീവിതം ഇങ്ങനെയാണെന്ന്. അപ്പോ കാമരൂപം ദുരാശ്രിതമായിട്ടുള്ള, കീഴടക്കാൻ പ്രയാസമുള്ള കാമരൂപമായിട്ടുള്ള ശത്രു, നമ്മുടെ ശത്രു ആരാണ്? ശരിക്കും നാം തന്നെയാണ് നമ്മളുടെ ശത്രു, വേറെ ആരുമല്ല. ആ നമ്മളിരിക്കുന്ന കാമം തന്നെയാണ് നമ്മളുടെ ശത്രു. നമ്മൾ കാമത്തിന് വശംവദരായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കെണികളിൽ പോയി ചാടും. എന്നാൽ കാമത്തെ ജയിക്കാൻ കഴിയുകയാണെങ്കിലോ നമുക്ക് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് വേഗം എത്തിച്ചേരാനായിട്ട് കഴിയും. ഇത് ഭഗവാൻ അർജുനന് മൊഴിഞ്ഞു കൊടുക്കുന്ന തത്വമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മൂന്നാമത്തെ അധ്യായം നല്ലവണ്ണം പഠിക്കുക.